നമുക്ക് അല്ലമീനോട് കൂടുതൽ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ എടുക്കുന്ന ഇടപെടലുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും മന്ത്രിയടക്കം അവിടേക്ക് പോയി നേരിട്ട് ഏകോപനങ്ങൾ നിർവഹിക്കാൻ പോകുന്നു. അല്ലമീൻ സംസ്ഥാന സർക്കാർ ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത ഉൾക്കൊള്ളുന്നത് എന്ന മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രതികരണത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മൃതദേഹം നാട്ടിലെത്തിക്കുക, അതിനാണ് പ്രയോറിറ്റി. അങ്ങനെയുള്ള കാര്യങ്ങൾക്കായി എങ്ങനെയാണ് മന്ത്രി വീണ ജോർജ് അടക്കമുള്ള സംഘം ഇപ്പോൾ പോകുന്നത്? അതിൻ്റെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സുജിയ, ഇന്നലെ ഈ അപകടത്തിൽ മരിച്ചവരിലേറെയും മലയാളികളാണ് എന്ന വിവരം പുറത്തു വന്നപ്പോൾ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക്, കേന്ദ്ര വിദേശകാര്യ മന്ത്രിക്ക് മുഖ്യമന്ത്രി കത്ത് നൽകിയിരുന്നു. അതിൽ തന്നെ പ്രധാനപ്പെട്ട ആവശ്യം അവിടെ മലയാളികൾ അടക്കമുള്ളവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും പരിക്കുപെട്ട് ചികിത്സയിൽ കഴിയുന്നവർക്ക് ഫലപ്രദമായ ചികിത്സ നൽകുന്നതിനും അടിയന്തര ഇടപെടൽ നടത്തണം. അതിനുള്ള നിർദ്ദേശം ഇന്ത്യൻ എംബസിക്ക് നൽകണമെന്നുള്ളതായിരുന്നു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് വന്ന ഓരോ വാർത്തകളും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ കണ്ണീരിലാഴ്ത്തുന്ന കാര്യങ്ങളാണ്. കാരണം മലയാളികളായ അധികം ആളുകളാണ് ഈ അപകടത്തിൽപ്പെട്ടതും മരിച്ചതും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നതൊക്കെ തന്നെ. അതുകൊണ്ട് കേരളത്തിൻ്റെ പ്രതിനിധികളായ 2 പേരെ കുവൈറ്റിൽ അയച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്കും മറ്റു മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങളുമൊക്കെ ഏകോപിപ്പിക്കാൻ ഇന്ന് അടിയന്തരമായി പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുകയായിരുന്നു. ആ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനപ്രകാരമാണ് മന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ സോഷ്യൽ മിഷൻ ഡയറക്ടർ കൂടിയായിട്ടുള്ള ജീവൻ ബാബു IAS കുവൈറ്റിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അവരൊന്ന് വൈകുന്നേരം കൊച്ചിയിൽ നിന്നുള്ള ഫ്ലൈറ്റിൽ അവർ വിദേശത്തേക്ക് പോകും, കുവൈറ്റിലേക്ക് പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അവിടെ എത്തിയതിനു ശേഷം ഈ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവർ കൂടി ഇടപെട്ട് ഊർജിതമാക്കും. ഇപ്പോൾ തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരും മറ്റു മലയാളി സന്നദ്ധ സംഘടനകളും വിദേശ സംഘടനകളുമൊക്കെ നോർക്കയും ഒക്കെ ഇടപെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന് കുറച്ചുകൂടി മേൽനോട്ടം വഹിക്കുന്നതിന് മന്ത്രിമാരടക്കമുള്ളവർ അവിടേക്ക് പോവുകയാണ്. ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം തന്നെ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്ന മലയാളികൾ നിരവധി പേരുണ്ട്. അതിൽ തന്നെ പലരുടെയും നില അത്യാസന്ന നിലയിൽ തുടരുന്ന സാഹചര്യവുമുണ്ട്. ഇവർക്കൊക്കെ മെച്ചപ്പെട്ട ചികിത്സ അവിടെ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, അവരുടെ പരിക്കിൻ്റെയും അവരുടെ അപകടത്തിൻ്റെയും ഒക്കെ തോത് നോക്കിയതിന് ശേഷം ചികിത്സ, മറ്റേതെങ്കിലും തരത്തിലുള്ള ചികിത്സ നൽകണമോ, അവരെ നാട്ടിലേക്ക് കൊണ്ടുവന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റിയിട്ടോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് മാറ്റിയിട്ടോ മെച്ചപ്പെട്ട ചികിത്സ നൽകേണ്ടതുണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. അതിനുവേണ്ടി കൂടിയാണ് സംസ്ഥാനത്ത് നിന്ന് 2 പ്രതിനിധികളെ അവിടേക്ക് അയക്കുന്നത്. അവിടെ നേരിട്ട് പോയി കാര്യങ്ങൾ മനസ്സിലാക്കി സാഹചര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷം വേണ്ട ഇടപെടലുകൾ ആ തരത്തിൽ നടത്താൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. അതോടൊപ്പം തന്നെ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും നഷ്ടപരിഹാരം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. അതിന് പുറമെ MA യൂസഫ് അലിയും രവി പിള്ളയും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതവും 2 ലക്ഷം രൂപ വീതവും ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നോർക്ക ഇന്നലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. അത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട, ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട്, കുവൈറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട്, KMCC ഉൾപ്പെടെയുള്ള അവിടുത്തെ കുവൈറ്റിലെ മലയാളി സംഘടനകളുമായി ബന്ധപ്പെട്ട്, ഒപ്പം ലോക കേരള സഭാ പ്രതികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉള്ള ഇടപെടലുകൾ ഇന്നലെ മുതൽ തന്നെ